എന്ത് എപ്പോൾ ചെയ്യുമെന്നറിയാത്തൊരു ഭരണാധികാരിയാണ് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ. രാജ്യത്തിന്റെ ആണവായുധ ശേഷി ദ്രുതഗതിയിൽ വികസിപ്പിക്കാൻ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ആഹ്വാനം ചെയ്തതായി പുതിയ റിപ്പോർട്ട്. ഒരു യുദ്ധത്തിന് തിരികൊളുത്താൻ സാധ്യതയുള്ള US ദക്ഷിണ കൊറിയ സൈനികാഭ്യാസങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കിം ഇത്തരത്തിലൊരു ആഹ്വാനം പുറപ്പെടുവിപ്പിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. തിങ്കളാഴ്ച ചോഹ്യൂൻ എന്ന നാവിക യുദ്ധക്കപ്പൽ സന്ദർശിച്ച് അതിലെ ആയുധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് സ്വീകരിക്കവെയാണ് കിം ഈ പരാമർശം നടത്തിയത്. US-ഉം ദക്ഷിണ കൊറിയയും തമ്മിലുള്ള തീവ്രമായ സൈനിക ബന്ധവും ശക്തിപ്രകടനവും ഒരു യുദ്ധം തുടങ്ങാനുള്ള ഏറ്റവും വ്യക്തമായ സൂചനയാണ്. ഈ സാഹചര്യം നിലവിലുള്ള സൈനിക സിദ്ധാന്തത്തിലും പ്രയോഗത്തിലും സമൂലവും വേഗത്തിലുള്ളതുമായ മാറ്റം വരുത്താനും ആണവവൽക്കരണം ദ്രുതഗതിയിൽ വികസിപ്പിക്കാനും ഞങ്ങളെ പ്രേരിപ്പിക്കുന്നുവെന്ന് കിമ്മിനെ ഉദ്ധരിച്ച ഔദ്യോഗിക കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. നാവികസേനയെ ഹൈടെക്കായും ആണവ സജ്ജീകരണങ്ങളോടെയും മാറ്റുന്നതിനുള്ള പ്രധാന ദൌത്യങ്ങൾ ആസൂത്രണം ചെയ്തതുപോലെ പുരോഗമിക്കുന്നതിൽ കിം സംതൃപ്തി പ്രകടിപ്പിച്ചതായി KCNA അറിയിച്ചു. ആണവായുധങ്ങളുള്ള ഉത്തര കൊറിയയിൽ നിന്നുള്ള സാധ്യമായ ഭീഷണികളെ നേരിടാൻ ലക്ഷ്യമിട്ട് അമേരിക്കയും ദക്ഷിണ കൊറിയയും തിങ്കളാഴ്ച വാർഷിക സംയുക്ത സൈനികാഭ്യാസം ആരംഭിച്ചിരുന്നു. ഇതിനൊരു പ്രതിരോധ അഭ്യാസമെന്നാണ് US ആർമി പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത്. 11 ദിവസം നീണ്ടുനിൽക്കുന്ന ഈ അഭ്യാസങ്ങളിൽ വലിയ തോതിലുള്ള ലൈവ് ഫയർ പരിശീലന പരിപാടികൾ ഉൾപ്പെടുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം ഉത്തര കൊറിയയുടെ രാഷ്ട്രീയ വ്യവസ്ഥയെ ബഹുമാനിക്കുമെന്നും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് പറഞ്ഞിരുന്നു. മുൻഗാമിയുടെ കടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ജൂണിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മുൻവ്യവസ്ഥകളില്ലാതെ ഉത്തര കൊറിയയുമായി ചർച്ചകൾ തുടരുമെന്നും ലീ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ദക്ഷിണ കൊറിയയുമായി ബന്ധം മെച്ചപ്പെടുത്താൻ താൽപര്യമില്ലെന്ന് ഉത്തര കൊറിയ വ്യക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു ലീ ജെ മ്യൂങ്ങിന്റെ പ്രസ്താവന. ഉത്തര കൊറിയൻ ഭരണാധികാരി കിമ്മിന്റെ സഹോദരി കിം യോ ജുങ് ആണ് തന്റെ പ്രസംഗത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇരു രാജ്യങ്ങളെയും അതിർത്തിക്ക് സമീപം ഉത്തര കൊറിയ സ്ഥാപിച്ചിട്ടുള്ള പ്രൊപ്പഗണ്ട ലൗഡ് സ്പീക്കറുകൾ നീക്കം ചെയ്യുകയാണെന്ന റിപ്പോർട്ടുകളും അവർ നിഷേധിച്ചു. കിഴക്കൻ ഏഷ്യയിലെ ശാക്തിക സമവാക്യങ്ങൾ തന്നെ തിരുത്താൻ പോകുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിലടക്കം കേന്ദ്ര കഥാപാത്രമായിരുന്നു ഉത്തര കൊറിയ. റഷ്യയുമായുള്ള യുദ്ധത്തിൽ തങ്ങൾക്ക് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇറാനോ ചൈനയോ അല്ലെന്നും മറിച്ച് ഉത്തര കൊറിയ ആണെന്നും ഉക്രൈൻ ഇന്റലിജൻസ് മേധാവി പോലും തുറന്നു സമ്മതിച്ചിരുന്നു. ദക്ഷിണ കൊറിയയെ പ്രധാന ശത്രുവായി പ്രഖ്യാപിച്ച ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ യുദ്ധത്തിനൊരുക്കം തുടങ്ങിയതു മുതൽ കൊറിയൻ ഉപദ്വീപിലും ലോകമെങ്ങും ആശങ്കയിലാണ്. 13 ലക്ഷം സജീവാംഗങ്ങളുള്ള ഉത്തര കൊറിയൻ സൈന്യം അംഗബലം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ സൈന്യമാണ്. കിം ഭരണകൂടത്തെയും രാജ്യത്തെയും സംരക്ഷിക്കുന്നതിന് തങ്ങളുടെ ആണവ പ്രതിരോധം ആവശ്യമാണെന്ന് കരുതുന്ന ഉത്തര കൊറിയയുടെ ആണവ നിരായുധീകരണത്തിനുള്ള സന്നദ്ധത വളരെ കാലമായി ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉത്തര കൊറിയയുടെ ആണവായുധ പദ്ധതി തകർക്കുക എന്ന ലക്ഷ്യത്തിലെത്താനുള്ള പരിശ്രമത്തിലാണ് അമേരിക്കയും ദക്ഷിണ കൊറിയയും. എന്നാൽ ആണവ നിരായുധീകരണം പിന്തുടരുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയിൽ ദക്ഷിണ കൊറിയ ഉറച്ചു നിൽക്കുകയാണ്. അമേരിക്കയും അതിന്റെ ഏഷ്യൻ പങ്കാളികളും എത്ര ആവശ്യപ്പെട്ടാലും ഒരു ആണവായുധ രാഷ്ട്രമെന്ന നിലയിൽ ഉത്തര കൊറിയയുടെ നിലപാട് മാറ്റാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കിം ജോങ് ഉന്നിന്റെ സഹോദരി. ഉത്തര കൊറിയയുടെ ആണവ പദ്ധതി പൂർണ്ണമായും നീക്കം ചെയ്യണമെന്ന് അമേരിക്കയും അതിന്റെ ഏഷ്യൻ പങ്കാളികളും വളരെ കാലമായി ആവശ്യപ്പെട്ടിരുന്നു. ഡൊണാൾഡ് ട്രംപ് ഉത്തര കൊറിയയെ ഒരു ആണവ ശക്തിയെന്ന് പരാമർശിക്കുകയും കിം ജോങ് ഉന്നിനെ വീണ്ടും കാണാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്തിരുന്നു. 2006 ആദ്യമായി ഭൂഗർഭ ആണവ പരീക്ഷണം നടത്തിയതിനു ശേഷം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഉത്തര കൊറിയ ആണവായുധങ്ങൾ പിന്തുടരുന്നത് തുടരുകയാണ്. തന്റെ ആദ്യ ടൈമിൽ പിരിമുറുക്കം കുറയ്ക്കാൻ ശ്രമിക്കുന്നതിനായി രണ്ട് നേതാക്കളും നിരവധി ഉച്ചകോടികളിൽ കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലാണ് കിം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തെ പിന്തുണയ്ക്കാൻ ഉത്തര കൊറിയ ആയുധങ്ങളും സൈന്യവും നൽകിയിട്ടുണ്ട് താനും. ഉത്തര കൊറിയയുടെ സൈനിക ശേഷി മെച്ചപ്പെടുത്തുന്നതിന് കിമ്മിന് സാമ്പത്തിക സഹായവും നൂതന സാങ്കേതിക വിദ്യയും റഷ്യയിൽ നിന്ന് ലഭിച്ചേക്കുമെന്ന ആശങ്കയിലാണ് ദക്ഷിണ കൊറിയയും അമേരിക്കയും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.